ഹലോ ഗൈസ്, ഇന്ന് എളുപ്പത്തിലൊരു സാമ്പാർ എണ്ണ ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല മണവും ഗുണമുള്ള സാമ്പാറാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടല 1/3 കപ്പ് പൊട്ടുകടലയും 2 സ്പൂൺ സാമ്പാർ പൊടി നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. പിന്നെ വറവിനുള്ള കടുക്, ജീരകം, ഒരു നുള്ളുലുവ, ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് പിന്നെ കുറച്ച് കഷ്ണത്തിനായിട്ട് ഒരു 4-5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് പൊട്ടുകടലയും സാമ്പാർ പൊടിയും ഒരു ബൗളിലിട്ടിട്ട് നല്ല പോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മളൊരു ബൗളിലേക്ക് ചെരിഞ്ഞ് അതിൽ 1.5 കപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെണ്ടയ്ക്ക നല്ല പോലെ എണ്ണയ്ക്കകത്ത് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്ത് വെണ്ടയ്ക്ക ഇട്ട് നല്ല പോലെ മൊരിയിച്ചെടുക്കണം. നല്ല പോലെ എന്ന് വെച്ചാൽ പുറമൊക്കെ ഇതുപോലെ ബ്രൗൺ നിറാകുന്നത് പോലെ മൊരിയിച്ചാൽ അത് പകുതി വെന്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതേ കടായിൽ തന്നെ കുറച്ച് കായം പൊരിച്ചെടുക്കാം. പൊടിയുള്ള കായാണെങ്കിൽ പിന്നീട് ഇട്ടാലും മതി. അത് കഴിഞ്ഞ് കടുക് വറക്കാനുള്ളത് കടുക്, ഉലുവ, പിന്നെ ജീരകം ഇതെല്ലാം ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു സബോള 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റാൻ കേട്ടോ. നല്ല പോലെ എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് വഴറ്റാൻ പെട്ടെന്നാവും. അപ്പോൾ അതങ്ങനെ നല്ല പോലെ വഴറ്റി കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൽ പിന്നെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തക്കാളിയാണ്. ഞാൻ ഇത് ഫ്രിഡ്ജിനകത്ത് പ്രിസർവ് ചെയ്ത തക്കാളിയാണ്. നേരത്തെ തക്കാളി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ തക്കാളിയാണ്, വേവിച്ച തക്കാളിയാണ് വേവിച്ച തക്കാളി ചേർക്കണമെന്നില്ല, പച്ചത്തക്കാളി ചേർത്താലും മതി. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ആ മസാലക്കൂട്ട് ഒഴിക്കുക. ഒരു ചെറിയൊരു കഷ്ണം പുളിയും ഒഴിക്കുക. നല്ല പോലെ തിളയ്ക്കാനാണ് ഒഴിക്കുക. അപ്പം തന്നെ ഒരു പിടി കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇടുക, ഒരു നുള്ളി ജീരകം കൂടി ഇടാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, മണവും ഗുണവും ഒക്കെ ഉള്ള സാമ്പാറാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.